നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 മാർച്ച് 23-ാം തീയതി, അതായത് 1201 മീനമാസം 9-ാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ തിങ്കളാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:32, അസ്തമനവും വൈകിട്ട് 6:32. നാളത്തെ രാഹുഫലം നിങ്ങൾക്കറിയാം. തിങ്കളാഴ്ച കാലത്ത് 7:30 മുതൽ 9 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം ശുഭകാര്യങ്ങൾ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു, 5-ാമത്തെ തിഥിയാകുന്നു. ചന്ദ്രൻ ബലവാനായി വരികയാണ്. നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക ഒരു ശുഭകാര്യങ്ങൾക്ക് നാം അങ്ങേറ്റം ഉപയോഗിക്കാത്ത നക്ഷത്രമാണ്. കൃത്രിക, ഭാഗ്യം, മൂലാച്ച, മക, ചിത്രാറ്റ, രേവതി, ആദാതവ്യം ന ദാതവ്യം ന ശേഷന്തു വിനശ്യതി. കാർത്തിക, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രങ്ങളാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് നാളത്തെ ദിനം അനുകൂലമല്ല. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക മേടൻ രാശിയും അവസാനത്തെ 45 നാഴിക ഇടവം രാശിയുമാകുന്നു. നാളെ കാർത്തിക നക്ഷത്രം ഇടവം രാശിയാണ്. കാർത്തിക ഒരു സംഹാര നക്ഷത്രമാണ്, അഗ്നി നക്ഷത്രമാണ്. പക്ഷേ കാർത്തിക ഇടവൻ രാശിക്കാർ കുറേ കൂടി ക്ഷമാശീലരായിരിക്കും. അപ്രകാരം ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് മുന്നോട്ട് നീങ്ങുന്നവരായിരിക്കും. സ്ഥിരത്വം അവരുടെ എപ്പോഴും രാശിയിലുണ്ടാവും. കാരണം രാശിയധിപനായ ഗ്രഹം ഇടവമാകുന്നു, അതിൻ്റെ വാഹനവും കാളയാകുന്നു. മേടം രാശിയാണെങ്കിൽ അതിൻ്റെ വാഹനം ആടാകുന്നു. സഞ്ചാരപ്രിയരും കാലുകൾക്ക് ദൗർബല്യമുള്ളവരുമാകും കാർത്തിക മേടം രാശിക്കാർ. നാളെ ഞാൻ പറഞ്ഞു വാങ്ങാനും കൊടുക്കാനും അനുകൂലമായ നക്ഷത്രമല്ല. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് നാളത്തെ ദിനം അനുവദനീയമല്ല. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കുവാനും ശിവക്ഷേത്രത്തിൽ പോയി ശിവന് കൂവളമാല, ജലധാര വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇവിടെ നാളത്തെ ദിനം തിങ്കളാഴ്ചയാണ്, കാർത്തിക നക്ഷത്രമാകയാൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദാമ്പത്യ ബന്ധത്തിന് വേണ്ട ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് ഭാര്യാഭർത്തൃ ബന്ധം വളരെ ദൃഢമാകാം. തൻ്റെ ഭർത്താവിന് ദീർഘായുസിന് വേണ്ടി സ്ത്രീകൾക്ക് സുമംഗലികളാകാൻ നാളത്തെ ദിനത്തിന് വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. നാളെ മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ 11:35 മുതൽ 12:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.